ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ക്ലബിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു സമ്മറി അഥവാ സംഗ്രഹം മാധ്യമപ്രവർത്തകനായ ധനഞ്ജയ് തയ്യാറാക്കിയിരുന്നു. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ജംഷഡ്പൂർ FC തങ്ങളുടെ ഉടമസ്ഥാവകാശം കേവലം 100 രൂപയ്ക്ക് ചർച്ചിൽ ബ്രദേഴ്സിന് കൈമാറിയിരുന്നു. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യം കുറഞ്ഞു എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് വലിയ തുക ഈ ക്ലബിന് വേണ്ടി നൽകാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. മൂല്യത്തിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല, ഇന്റർ കാശിയും അവരുടെ ഉടമസ്ഥത കൈമാറാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ജംഷഡ്പൂർ FC 100 രൂപയ്ക്ക് വിറ്റതോടുകൂടി അവരുടെയും മൂല്യത്തിൽ കുറവ് വന്നു എന്നാണ് ധനഞ്ജയ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ പുതിയ ഇൻവെസ്റ്റേഴ്സ് റെഡിയായിട്ടുണ്ട്. പേപ്പറിൽ അവർ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ 6 മാസത്തേക്ക് താൽക്കാലികമായി കൊണ്ടുള്ള ചില അറേഞ്ച്മെന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പുതിയ ഇൻവെസ്റ്റേഴ്സ് ക്ലബിനകത്തെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാവാൻ കാരണം അത് ഉടമസ്ഥരുടെ കേസ് തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക അനുമതി ഇവിടെ ആവശ്യമാണ്. ഉടമസ്ഥ കൈമാറ്റത്തിന്റെ ഫുൾ പേയ്മെന്റ് നൽകിയിട്ടില്ല. അത് ഇപ്പോഴും പെൻഡിംഗ് ആണ്. പാർട്ടിസിപ്പേഷൻ ഫീ മുഴുവനായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിക്കഴിഞ്ഞു. ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ക്ലബ്ബ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ജംഷഡ്പൂരിനെ ചർച്ചിൽ ബ്രദേഴ്സ് വെറും 100 രൂപയ്ക്ക് ഏറ്റെടുത്തത് കാര്യങ്ങളെ സങ്കീർണമാക്കി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ മൂല്യത്തിൽ കുറവ് വരുത്തി. നിലവിൽ 80 കോടി രൂപക്കും താഴെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മൂല്യമായി കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇതൊക്കെയാണ് ധനഞ്ജയ് നൽകിയിട്ടുള്ളത്. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അഗ്രിമെന്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായി 6 മാസത്തേക്കുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ സുപ്രീം കോടതിയുടെ ഒരു അനുമതി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 80 കോടി രൂപക്കും താഴെയുള്ള ഒരു തുകക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈമാറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.